ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അജുസ് വ്ലോഗ്സ്. നമ്മളിപ്പോൾ ഉള്ളത് മലേഷ്യയിലെ ലങ്കാവിയിലുള്ള ക്രൊക്കഡൈൽ അഡ്വഞ്ചർ ലാൻഡിലാണ്. 20 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ പാർക്കിലെ ഏകദേശം 5000-ഓളം മുതലകളുണ്ട്. അതുപോലെ തന്നെ മലേഷ്യയിലെ വലിയ മുതലയായിട്ടുള്ള ബുജാങ് ലാങ്ങും ഇവിടെയാണുള്ളത്. ഇവിടുത്തെ പ്രോഗ്രാമുകളും സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 10:30-നും 3:45-നുമാണ്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് 3:45-നുള്ള ടിക്കറ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ മാംഗ്രോവ് ഫോറസ്റ്റിലൊക്കെ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇത് ബുക്ക് ചെയ്തത് ക്ലൂക്ക് വഴിയാണ്. ട്രിപ്പ് അഡ്വൈസർ, ക്ലൂക്ക്, അങ്ങനെ 2 ആപ്പുകളാണ് നമുക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാനുള്ളത്. നമ്മൾ എപ്പോഴും ക്ലൂക്കാണ് എടുക്കാറുള്ളത്. ക്ലൂക്ക് വഴി എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കോംബോ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും നമ്മൾ കൗണ്ടറിൽ വന്ന് എടുക്കുന്നതിനെക്കാട്ടിലും. നമുക്കൊരു 900 മുതൽ 1000 വരെയാണ് ബേസിക് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. മീല് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് പ്രൈസ് കൂടി വരും. ഇത് ആപ്പിലാവുമ്പോൾ കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ, കുറവുണ്ടാവും എപ്പോഴും. അതുപോലെ തന്നെ ഒരു മണിക്കൂർ, ഒരു 1.5 മണിക്കൂർ, 1.5 മുതൽ 3 മണിക്കൂർ അത്രയും ടൈമായിരിക്കും നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനുണ്ടായിരിക്കുക. നമ്മളവിടെ ഒരുപാട് ഷോകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ആയിരുന്നു ഈ കുഞ്ഞു മുതലകൾക്ക് ഫുഡ് കൊടുക്കാറ്. മുതലക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ ഫുഡ് ഇങ്ങനെ കൊളത്തിയിട്ട് കൊടുക്കുമ്പോൾ അവരങ്ങോട്ട് ചാടി പിടിക്കും, അങ്ങോട്ടൊരു വലിവ് വരും. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റി. അതുപോലെ തന്നെ ഇവിടെ വലിയ മുതലകൾക്ക് ഫുഡ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ എപ്പോൾ പോകുമ്പോഴും ഒരു 2 മണി ആ നേരത്ത് പോയാൽ മതി. 10 മണിക്ക് തൊട്ട് തുടങ്ങുകയും ചെയ്യും, ഒരു 2 മണിക്ക് പോയാൽ മതി. അപ്പോഴാണ് ഒരുവിധം എല്ലാ ഷോകളും ഉള്ളതും പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയമൊക്കെ. അപ്പം നമ്മൾ ആ വലിയ മുതലകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടു, ചെറിയ മുതലകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു. അതുപോലെ തന്നെ അവിടെ ഒരു ക്രൊക്കഡൈൽ ഷോ ഉണ്ടായിരുന്നു, അത് കണ്ടു. പിന്നെ അവിടെ കുഞ്ഞു മുതലകളെ നമ്മുടെ കയ്യിൽ തരും, നമുക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഫോട്ടോ അവരിങ്ങനെ ഒരു ആൽബം പോലെ ആക്കിയിട്ട് നമുക്ക് തരും. നമുക്കത് മേടിക്കണമെങ്കിൽ മേടിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. ഇത് 20 ഏക്കറും ആയതുകൊണ്ട് വലിയൊരു ഏരിയ ആണ്. പിന്നെ നല്ല തണലാണ് കേട്ടോ, നിറച്ച് മരങ്ങളായതുകൊണ്ട് തണലാണ്. പിന്നെ ഒരുപാട് ഇൻസ്റ്റാവർത്തി ഫോട്ടോസ് എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഡൈനോസോറിനെ പറ്റിയുള്ള കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് പതുക്കെ നടന്ന് എല്ലാം കണ്ടിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ടാക്സി എടുക്കുകയാണെങ്കിൽ, ഗ്രാബ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈവനിങ്ങിലേക്ക് കൂടിയുള്ളത്, നിങ്ങൾ തിരിച്ചു പോകുമ്പോഴേക്കുള്ളതും കൂടി ഒപ്പം ബുക്ക് ചെയ്തോളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ടാക്സി കിട്ടും, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോകാനായിട്ട് ടാക്സി കിട്ടാൻ ഭയങ്കര പാടാണ്. സോ അതൊന്നും നോക്കിക്കോളൂ. പക്ഷെ ഏറ്റവും എളുപ്പം ഒരു കാർ റെന്റ് എടുക്കുക എന്നുള്ളതാണ്. കാരണം രണ്ടും കൂടി കമ്പയർ ചെയ്ത് നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ സെപ്പറേറ്റ് എടുക്കുന്നതും ഇതും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ളത്. സോ റെന്റ് എടുക്കുകയാണ് നല്ലത്. ഇല്ല വെച്ചാൽ ഇങ്ങനെ ബുക്ക് ചെയ്തോളൂ. നമ്മൾ ഒരുപാട് മുതലകളെ ഇവിടെ കണ്ടു. നമ്മളെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സുവനിയേഴ്സ് വാങ്ങാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതായത് മുതലയുടെ തീമിലുള്ള കുറേ സുവനിയേഴ്സൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. അങ്ങനെ എല്ലാം നല്ല രസമാണ് കാണാനായിട്ട്. ഒരുപാട് നേരം നടന്ന് കാണാനുണ്ട്. ഞാൻ വളരെ എൻജോയ് ചെയ്ത ട്രിപ്പാണ്. നിങ്ങളും ഇത് എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. എൻജോയ് ദ വീഡിയോ ഗൈസ്. The wind hums songs at the break of day, whistling
ഇതിനകത്തായിരുന്നു നമുക്ക് ആ കുഞ്ഞു മുതലേനെ കയ്യിൽ പിടിക്കാൻ തരുന്നത്. നമ്മളതിന് മുന്നേ ഇങ്ങനെ സൈനൊക്കെ ചെയ്ത് കൊടുക്കണം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവരിവിടെ ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു ആൽബാക്കി തരുന്നു. അതിൻ്റെ സംഭവമൊക്കെ നമുക്ക് കാണിച്ചു തന്നത്. ഇതാണ്, ഇങ്ങനെയാണ് കേട്ടോ ആൽബം വരുന്നുണ്ടായിരിക്കും. നമ്മുടെ ഫോട്ടോ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി തരും. ഇതായിരുന്നു അത്. നമ്മളിത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ ഇരിക്കാൻ ഒരു സ്പേസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടേതാവുമ്പോൾ ഈ ഒരു സീറ്റിൽ നമ്മൾ കയറിയിരിക്കും. നമ്മുടെ കയ്യിൽ അവർ കൊണ്ടുവന്ന് തരും. അപ്പോൾ അവർ പറയും ഇങ്ങനെ ഇവിടെയാണ് ഹോൾഡ് ചെയ്യേണ്ടത്, ഇന്ന സ്ഥലങ്ങളിൽ ഹോൾഡ് ചെയ്യാവോ, ഇങ്ങനെ അമർത്തരുത്, ഇവിടെ ഇതാക്കരുതെന്നൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ നമുക്ക് അവർ പറഞ്ഞു തരും. അതുപോലെ നമ്മൾ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നുണ്ടായിരിക്കുക. നമ്മൾ ഈ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും, ഇവിടുന്ന് നടന്ന് അവിടെ എത്തുമ്പോഴേക്കും അവരിതുപോലെ ആക്കിയിട്ടുണ്ടായിരിക്കും ഫോട്ടോ. എന്നിട്ട് നമുക്ക് വേണമെന്ന് ചോദിക്കും, വേണമെങ്കിൽ അവർ നമുക്ക് അത് തരും. നമ്മൾ ഓൾറെഡി അതിനുള്ള ഇത് എന്താ പറയുക, പൈസ നമ്മൾ ഓൾറെഡി അടച്ചിട്ടുണ്ടായിരുന്നു. കാരണം ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഫോട്ടോ വേണമെന്നുള്ളത്. സോ നമുക്കത് അപ്പം തന്നെ കിട്ടി. ഇതാണ് കേട്ടോ ഫോട്ടോസ്. ഇവിടെയാണ് വലിയ മുതലകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. നമ്മൾ ഇത് കുറച്ച് നടക്കാനുണ്ട് അവിടുന്ന്. നമ്മൾ ഫസ്റ്റ് കയറി ചെന്ന ഉടനെ കുഞ്ഞു മുതലകൾക്ക് ഫുഡ് കൊടുത്ത് അവിടുന്ന് നേരെ നടന്ന് ചെല്ലുന്നതാണ് കുഞ്ഞു മുതലകളുടെ കൂടെ ഫോട്ടോ എടുക്കാനുള്ളത്. അവിടുന്ന് കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് നടന്നു വന്നാലാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഇവിടെയാണ് ഈ വലിയ മുതലകൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടായിരിക്കുക. അതിന് കുറച്ച് സമയമൊക്കെ ഉണ്ട്, 1:15, 4:30 അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം പോവുമായിരിക്കും എപ്പോഴും നല്ലത് എന്നുള്ളത്. ഇവർക്ക് ഫുഡ് ഇട്ട് കൊടുക്കും, ഇവർ ചാടിയൊക്കെ പിടിക്കും കേട്ടോ ഫുഡ്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഗൈസ്. താങ്ക് യു ഗൈസ്.